നമസ്കാരം. എല്ലാവർക്കും ഷാവിഷിൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഗുജറാത്ത് കലാപത്തോടനുബന്ധിച്ച് കേസ് നടത്തി ഒരു പരിധിവരെ വിജയിച്ച സഖിയ ജഫ്രി എന്ന ആ മഹതി ഇഹലോകവാസം വെടിഞ്ഞു. ആ മഹതിയുടെ ആത്മാവിന് നിത്യശാന്തി നേടുന്നതോടൊപ്പം തന്നെ പടച്ച തമ്പുരാന് അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പാവം മാറ്റി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വിനീതമായി അപേക്ഷിക്കുകയാണ്. ബഹുമാനിയെ, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പാർലമെൻറ്റ് പ്രസംഗത്തോടനുബന്ധിച്ച് സോണിയാഗാന്ധിയുടെ പ്രസ്താവന BJPയെയും രാഷ്ട്രപതി ഭവനെയും രാഷ്ട്രപതിയെ പോലും ഇകഴ്ത്തുന്നതായിരുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നതായിരുന്നുള്ള പരാതി. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രപതി പോലെയുള്ള വ്യക്തിത്വങ്ങളെ നമ്മൾ പുകഴ്ത്തുമ്പോൾ പോലും ശ്രദ്ധിക്കണം. നമ്മുടെ ദൃഷ്ടിയിൽ പുകഴ്ത്തലാണെങ്കിലും പൊതുവെ അത് പുകഴ്ത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് പൊറുക്കാൻ പറ്റില്ല, ക്ഷമിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലേക്ക് മറുപടി പറയുമ്പോൾ അത് രാഷ്ട്രീയം ഒന്നും കാണാതെ കുറച്ചുകൂടി നിയന്ത്രണം പാലിക്കേണ്ടത് ആവശ്യമാണെന്ന് ഞങ്ങൾ കരുതുന്നുണ്ട്. പക്ഷേ ആദിവാസി എന്ന വാക്ക് മോഡിജിയുടെ ഗ്രൂപ്പും ഉച്ചരിച്ചു. 10 കോടിയോളം വരുന്ന ആദിവാസികളുടെ ദുഃഖത്തിലാഴ്ത്തി കുറ്റപ്പെടുത്തിയതാണ്. എൻ്റെ പൊന്നെ മോഡിജി, അമിത്ഷാജി, BJP ജി, സംഘ് പരിവാർജി, നിങ്ങൾ ആദിവാസികളുടെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ നിഘണ്ടുവിൽ വനവാസി എന്നല്ലാതെ ആദിവാസി വാക്ക് ചേർക്കുന്നിട്ടുണ്ടോ, ഉപയോഗിക്കാറുണ്ടോ? ആദിവാസി എന്ന് വെച്ചാൽ ആദിയിൽ വസിച്ചോന്നാ. കർമ്മൻകുണ്ടത്തിൻ്റെ ഒക്കെ നിഘണ്ടുവിൽ ആദിവാസി എന്നാൽ ആദിയിൽ പൂർവികർ എന്നാണ്. അവിടെ സംഘപരിവാർ നയിക്കുന്ന ബ്രാഹ്മിൻസ് ആര്യന്മാരാണ് പൂർവികർ എന്ന് പറയുമ്പോൾ ആദിവാസികളാണ് ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം അവർ ഉപേക്ഷിക്കുന്ന വാക്കാണ്, അല്ലെങ്കിൽ പകരം കണ്ടുപിടിച്ച വാക്കാണ് വനവാസി. വനവാസി കാട്ടുജാതി, കാട്ടിൽ വസിച്ചവർ. അപ്പോൾ നോക്കി അവിടെ യുക്തിയും ബുദ്ധിയും തന്ത്രവും ഇതൊക്കെ മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഏതായാലും അങ്ങനെ ഉള്ള സന്ദർഭത്തിൽ പ്രധാനമന്ത്രി ആദിവാസി എന്ന വാക്ക് ഉച്ചരിച്ചാൽ നമുക്ക് അത്ഭുതമുണ്ട്. അത് ഏതുപോലെ എന്നറിയും, ഒരു ദരിദ്രവാസി അല്ലെങ്കിൽ ഒരു ഭിക്ഷക്കാരൻ വീട്ടിൽ വന്നു, ദാഹിച്ച സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ ചോദിച്ചു, കുറച്ച് കഞ്ഞിവെള്ളം ചോദിച്ചു. അപ്പോൾ ആ കുടുംബശ്രീ അല്ലെങ്കിൽ കുടുംബനാഥ കഞ്ഞിവെള്ളം കൊടുത്തു. കഞ്ഞിവെള്ളം കുടിച്ചു ചോദിച്ചു. അവസാനമായിപ്പോൾ അത് ഒരു സാധനം കൂടി കിട്ടി. ആ സാധനം എടുത്തുകൊണ്ട് ഈ തെണ്ടി അല്ലെങ്കിൽ ഭിക്ഷക്കാരൻ ഓടിപ്പോയി പുറകിൽ ഈ സ്ത്രീ ഓടി. എന്തോ വിലപിടിപ്പുള്ള വസ്തുവാന്ന് ചോദിച്ചാണ്. അത് നാൽക്കാവിൽ ചെന്നപ്പോൾ ആ സ്ത്രീ ആൾക്കൂട്ടായില്ല. ആൾ പറഞ്ഞ് എൻ്റെ കയ്യിൽ എന്തോ വില കയറി സാരി ഇയാൾ എടുത്തിട്ട് തരുന്നില്ല പറഞ്ഞു. അയാൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ആ കൈ തോന്നു കാണിക്കാൻ പറഞ്ഞു. കൈ തോന്നു കാണിച്ചിട്ട് ആ തെണ്ടി അല്ലെങ്കിൽ ആ ഭിക്ഷക്കാരൻ പറഞ്ഞോ, ഒരു വറ്റാണ്, ഒരു ചോറ് അന്നം. ഒരാൾ കുടിക്കാൻ കഞ്ഞി ആവശ്യിച്ചാൽ ഉച്ച സമയത്തൊക്കെ ആകുമ്പോൾ കുറച്ച് കഞ്ഞിയിൽ കുറച്ചെങ്കിലും വറ്റുവേണ്ടേ. ഒരു വറ്റ് അറിയാതെ വീണ് പോയി എന്നുള്ള അവരെ കൊച്ചാക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ല? നിങ്ങൾ മനസ്സിലാകുന്നല്ലോ. അതുപോലെയാണ് ആദിവാസി എന്ന വിഭാഗം ജനതയെ വനവാസി എന്ന് ഒതുക്കുന്ന സംഘപരിവാർ, അതിനെ നയിക്കുന്ന പ്രധാനമന്ത്രി ഇപ്പോഴെങ്കിലും ആദിവാസി എന്ന വാക്കും 10 കോടിയിൽ പരം ആദിവാസികൾക്ക് ക്ഷീണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് അന്തസ്സുണ്ട്, അഭിമാനം. അതാണ് സംഭവം. ഇപ്പം ഡൽഹി ഇലക്ഷൻ ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. മറ്റൊന്ന് പ്രാദേശികമായി നോക്കിയാൽ ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ, അവിടുന്ന് 15 വയസ്സുള്ള ഒരു കുട്ടി വീട് മരിക്കുമോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടല്ലോ. റാഗ് ചെയ്തതിൻ്റെ പേര് ക്ലോസറ്റിലേക്ക് ബ്ലേഡ് ഇട്ട് നക്കിയെടുക്കാൻ പറഞ്ഞ സിനിമയിൽ കാണിച്ചായിട്ട് നമ്മൾ നടന്നിട്ടുണ്ട്. അതൊക്കെ അത് കോളേജ് തലത്തിലാണ്. ഇത് 9ാം ക്ലാസ്സിൽ പഠിയ കുട്ടിയാണ്. പക്ഷേ ഈ സംഭവം ഉണ്ടായിട്ട് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളോ
രാഷ്ട്രീയ പാർട്ടികളോ പൊതുപ്രവർത്തകരോ ബുദ്ധിജീവികളോ ചാനലുകാരൊന്നും ഇടപെട്ടേ കാണുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു വലിയ വലിയ സ്ഥാപനങ്ങളാണ്, കോടികൾ മുടക്കുള്ള അതിസമ്പന്നന്മാരാണ്. അവിടെ എന്ത് സംഭവിച്ചാലും ഒന്നും പറയാൻ പറ്റില്ല. ഏതുപോലെ അറിയുമോ, ലോകാരോഗ്യ സംഘടനയുടെ ഒരു യോഗത്തിൽ ഹാർട്ട് അറ്റാക്കിനൊക്കെ സംസാരിക്കാൻ വന്ന ഒരു ഡോക്ടർ ഭക്ഷമധ്യേ ഒരു എല്ല് കുരലിപ്പോയി. സാധാരണ ചെയ്ത് പുറയുന്ന ഒറ്റ വീടി ഇടിച്ചാൽ ആ എല്ല് കക്കിപ്പോകും, അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ ഇത് VIP അല്ലേ, വലിയ നേതാവ്, വലിയ ആളല്ലേ, ഇടിക്കാൻ പറ്റുമോ അങ്ങനെ ആക്കിയാലും? അതൊക്കെ മോശമല്ലേ, അവസാനം ചത്തുപോയി. അതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് സംഭവിച്ചാൽ അവർക്ക് മിണ്ടാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, മനഃശാസ്ത്രം പറയാണ്. നമ്മൾ മനഃശാസ്ത്രം പറയുന്നത്, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുള്ളൂ. അധികം ഞാനങ്ങ് ചികിത്സിക്കാൻ വന്നിട്ടില്ല, ദൈവാനെ കൊണ്ട് പടച്ചനെ കൊണ്ട് എങ്കിലും വന്നത്. കാരണം മിടുക്കന്മാരായ ഡോക്ടേഴ്സ് ഉള്ള മുഴുവൻ ഗവൺമെൻറ് സർവീസിലാണ്. ഒരു 5-10% ചിലപ്പോൾ റെക്കമെൻഡ് പേരിൽ വന്നിരിക്കാം, ഒന്നുമില്ലെന്ന് പറയാൻ പറ്റില്ല. ബാക്കി 90% പേരും മിടുക്കന്മാരും റാങ്ക് ലിസ്റ്റ് വന്ന ആൾക്കാരാണ്. അതവിടെ പോകുന്നത്. അതല്ല, പല മഹാന്മാരും മഹതികളും ഇന്ത്യയിൽ വിദ്യാഭ്യാസം കിട്ടി ഉന്നത നിലയിൽ എത്തിയത് നമുക്കറിയാമല്ലോ. അപ്പോൾ സർക്കാർ സ്കൂളിൽ പഠിപ്പിച്ചാലും ഉന്നത നിലയിൽ എത്താൻ പറ്റും ബുദ്ധിയുള്ള കുട്ടികളാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഈ അന്യായ ഫീസും കൊടുത്ത് ഗൾഫിലൊക്കെ ഉള്ള രക്ഷകർത്താക്കളെ, നിങ്ങൾ ഈ സ്വകാര്യ സ്ഥാപനത്തിൽ കുട്ടികളുടെ ജീവൻ കളയല്ലേ? നിങ്ങൾ സർക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ട്യൂഷൻ മാസ്റ്റർ എടുത്താലോ, അപ്പോഴും വളരെ ചെലവ് കുറച്ചേ വരുള്ളൂ. ഇത്ര സുരക്ഷിതമല്ലേ? ഇത് സുരക്ഷിതമല്ലെന്നേ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാതെ സർക്കാർ ആശുപത്രി പോയി കോടികൾ കൊടുത്ത് ലക്ഷങ്ങൾ മുടക്കി അവസാനം ജീവൻ പോകുന്ന പോലെ ജീവൻ വരെയും പോകുന്ന ലെവലിത്. അപ്പോൾ ഇതിനെ കുറിച്ച് വേണ്ടത്തെ ശുഷ്കാന്തിയോടെ അന്വേഷണം നടത്തുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇന്നലെ CP ജോൺ അവർ പറഞ്ഞു, പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതെന്താ പറഞ്ഞറിയോ? 22 താഴെയുള്ള 24 ആൾക്കാരും 30 കേരളത്തിൽ ഭരിക്കുന്ന ആർക്കും സാധിക്കില്ല എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. പിന്നെ വേണ്ടത്തെ പരിഗണന 7 വിഭാഗത്തിൽ UDF കൊടുക്കുന്നില്ല എന്ന് CP ജോൺ അവர்களுം പറഞ്ഞു. ഇതിലൊക്കെ സത്യമുണ്ട്, പറയും ഭാഗികമായിട്ട് സത്യമുണ്ടില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈഴവർ കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ അരിത്തമെറ്റിക്കൽ റീസൺ എന്താണ്? കണക്കുകളല്ലേ, കണക്കുകൾ തെറ്റുപറ്റുമോ? ഇവിടെ ഉള്ള 7 വിഭാഗത്തിൽ 25%, അതിൽ 80% LDF വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, LDF അനുഭാവികളാണ്. 70 മുതൽ 80 വരെ. ഇപ്പോൾ പിണറായി ആയതുകൊണ്ട് 80% ഉണ്ട്. ബാക്കിയുള്ള 20%-ൽ 10% ഇപ്പോൾ BJP ചായവായി. ബാക്കി 10% കോൺഗ്രസ് കിട്ടാൻ പോകുന്ന വോട്ട്. ഈ 10% കിട്ടാൻ പോകുന്ന 7 വിഭാഗത്തിന് ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് 4-1 37 സീറ്റ് 7 വിഭാഗത്ത് കൊടുത്താൽ അവിടെ വലിയ അപകടം പതിയിരിപ്പുണ്ട്. UDF വലിയ ക്ഷീണം ചെയ്യും. അതെങ്ങനെയാണെന്നറിയാമോ? ഇപ്പോൾ നമ്മൾ ബീഹാറിൽ കഴിഞ്ഞ വർഷം ഇലക്ഷൻ മത്സരിച്ചു. കോൺഗ്രസ് 100 സീറ്റ് ആവശ്യപ്പെട്ടു. 100 മണ്ടനായി ലാലുവിൻ്റെ മോനും ലാലു കൊടുത്തു. പക്ഷെ ജയിച്ചു 25, 4-1 ജയിച്ചുള്ളൂ. 3 ഭാഗം തോറ്റുപോയി. ആ 3 ഭാഗത്തെ സ്ഥാനത്ത് ഒരു 50 സീറ്റ് കൊടുക്കുകയും ബാക്കി 50 സീറ്റ് ലാലുവിൻ്റെ ഗ്രൂപ്പ് എടുക്കുകയും ചെയ്യാമെങ്കിൽ ബീഹാർ ഭരിക്കായിരുന്നു. അപ്പോൾ നമുക്ക് അർഹതനേക്കാൾ കൂടുതൽ ആവശ്യപ്പെട്ട അപകടമാണ്. അതുപോലെ ഈ പര്യായം അല്ലെങ്കിൽ ഈ കുറ്റം തീർക്കാൻ വേണ്ടി UDF ഒരു 10-30 സീറ്റ് 7 കൊടുക്കാന്ന് വെച്ചാൽ അവിടെ കണക്കിൽ ചെയ്യേണ്ടത് ആ BDJS എന്ന സംഘടന എന്തെങ്കിലും ആകട്ടെ, ഈ SNDPയുടെ കെയർ ഓഫിൽ അല്ലെങ്കിൽ SNDP ആയിട്ട് പ്രാമുഖ്യമുള്ള പാർട്ടിയാണുള്ളത്. ആ സംഘടന UDFിൽ വരുത്തണം. പിന്നെ പിരിഞ്ഞുപോയി ജോസ് കെ മാണിയെ കൊണ്ടുവരണം. അത് ഇതായിട്ട് ബന്ധമല്ല, കൊണ്ടുവരണം. എന്നിട്ട് കുറച്ച് സീറ്റിൽ വ്യത്യാസം കൂടുതൽ കൊടുക്കണം. അല്ലാതെ മുഴുവൻ സീറ്റും അവർക്ക് കൊടുത്ത് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ രക്ഷയില്ല. UDF ക്ഷീണം പറ്റും. ഇപ്പോഴും UDFനും മുസ്ലിം ലീഗിനും നേതാക്കൾക്കും മനസ്സിലാക്കാത്തൊരു കാര്യം, ഇത് പാവം മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പ് പറയട്ടെ എന്നുള്ളപ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. ഗുരുവായൂർ MLA വർഷങ്ങളായി ഗുരുവായൂർ മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ്. വർഷങ്ങൾ കഴിഞ്ഞ 2 ടേമിൽ ഗുരുവായൂരിൽ ലീഗിൻ്റെ ആൾ ജയിച്ചില്ല. അത് മാത്രമല്ല, പാലക്കാട് മുതൽ CP ജോൺ സാറേ, നിങ്ങൾക്ക് വലിയ ബുദ്ധിരാഷ്ട്ര നിങ്ങൾക്ക് കേൾക്കുമ്പോഴത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെ 10-65 സീറ്റുണ്ട്.
അതിൽ പല മണ്ഡലങ്ങളിലും മോർ ദാൻ 50% മുസ്ലിങ്ങളാണ്. അവിടെ എന്ത് ലീഗിനും കോൺഗ്രസും സീറ്റ് കിട്ടിയില്ല? എന്ത് ഗുരുവായൂർ ഈ അടുത്ത 2 ടേമായിട്ട് കോൺഗ്രസ് ജയിക്കുന്നില്ല, അല്ലെങ്കിൽ ലീഗ് ജയിക്കുന്നില്ല? അവിടെയാണ് ലീഗുകാർ, കോൺഗ്രസ്സുകാർ, UDF നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം. 40% മുസ്ലിങ്ങളുണ്ടെന്ന് പറയുന്നല്ലോ കേരളത്തിൽ. ഇനി 30 35 ആയിക്കോട്ടെ, ഇനി 30 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 4 ആകട്ടെ. ഈ 4 വിഭാഗത്തിൽ വോട്ട് കിട്ടിയാണ് കോൺഗ്രസ് ഇത്രയും കാലം പിടിച്ചെന്നത്. കഴിഞ്ഞ 2 ടേമിൽ എന്താണ് UDF തെറ്റ് പറ്റിയത്, ക്ഷീണം പറ്റിയതെന്നുള്ളത് ഇതുവരെ കോൺഗ്രസ് മനസ്സിലായിട്ടില്ല. KC വേണുപോലും മനസ്സിലായിട്ടില്ല, സുധാകരൻ സതീശൻ മനസ്സിലായിട്ടില്ല, കുഞ്ഞാക്കൊക്കെ ഒട്ടും മനസ്സിലായിട്ടില്ല. എന്നിട്ട് പറഞ്ഞു കേൾക്കുക കണക്കുതിരിക്കുകയാണ്. അറബിക് സർവകലാശാല തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് തുടങ്ങാൻ വേണ്ടി പാലൊളി കമ്മിറ്റിയുടെ ഒരു ശുപാർശയും പിന്നെ സച്ചാർ കമ്മിറ്റി റെക്കമെൻഡും പാലൊളി കമ്മിറ്റിയുടെ തീരുമാനമൊക്കെ വെച്ച് തുടങ്ങി. എന്തുകൊണ്ടാണോ അറബിക് സർവകലാശാല തുടങ്ങായിരുന്നത്? തുടങ്ങിയില്ലെന്ന് മാത്രമല്ല, ലീഗർ അത് എതിരെന്നാണ് എല്ലാം പറഞ്ഞത്. എതിർന്നിട്ടൊന്നുമില്ല, തുടങ്ങിയില്ല എന്നുള്ള അശ്രദ്ധ കാണിച്ചുള്ളൂ. പക്ഷെ ഇപ്പോൾ പറയുന്നത് എതിരെന്നാണ്. അതേ സ്ഥാനത്ത് ഞങ്ങൾ വീണ്ടും പറയണം, പക്ഷെ ഇതിപ്പോഴും അവർക്ക് മനസ്സിലാകുന്നില്ല. അതേ സ്ഥാനത്ത് 10,000 പേര് പോലും സംസാരിക്കുന്ന സംസ്കൃത ഭാഷയ്ക്ക് നിങ്ങൾ കാലിലെ പാഠം നിർത്തി യൂണിവേഴ്സിറ്റി തുടങ്ങിയില്ലേ? ഒരു തെറ്റുമില്ല, അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. 100% ശരിയാണ്, ഒരു തെറ്റും ആക്കാത്തില്ല. ഏത് ഭാഷ പഠിപ്പിക്കും നല്ലതാണ്. ഇനി അറബിക് സർവകലാശാല വന്ന് അത് നേട്ടം കൊയ്യുന്ന ആരാ? ഇവിടുത്തെ നായർ വിഭാഗവും സവർണ്ണ ക്രിസ്ത്യാനികളാണ്. അവരാണ് ഗൾഫിലൊക്കെ പോകുമ്പോൾ ഉന്നത ജോലി എത്തുന്നത്. ബാക്കി ഇവിടുന്ന് പോലെ ഭിന്നോക്കരും മുസ്ലിമും ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഡ്രൈവർമാർ, അല്ലെങ്കിൽ സർവൻസ്, അല്ലെങ്കിൽ അതുപോലെ അധികം ഹെവി ഡ്രൈവേഴ്സാണ്. അതാണ് ആദ്യം വരുന്നതാണ്, അല്ലെങ്കിൽ പെട്ടിക്കട പോലുള്ളൂ. എന്നിട്ട് പോലും UDF സമ്മതിച്ചോ? BJP പോട്ടെ പറയണ്ട, LDF പോട്ടെ, UDF സമ്മതിച്ചോ? പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, വയലാർ പോട്ടെ, മാണി സാറ്, കുഞ്ഞാക്ക, മെയിനായിട്ട് കുഞ്ഞാക്കയും ബഷീറും, VT ബഷീർ, അവർ ചെയ്തില്ലെന്ന് മാത്രമല്ല എതിർത്തതിന്. എന്ന് മലബാറിലെ മുസ്ലിങ്ങളെ 10,000 മുസ്ലിങ്ങൾ 4 പ്രാവശ്യം ട്രിവാൻഡ്രത്ത് വന്ന് ഇവരുടെ മുമ്പിൽ പൊട്ടുമടക്കി സാഷ്ടാംഗം പ്രണമിച്ചു. ഇതൊന്ന് തുടങ്ങണമെന്ന്. തൊടിയിൽ മാത്രമല്ല 10 പൈസ നെറികെട്ട് രാഷ്ട്രീയക്കാർ അത് പറയുള്ളൂ. ഇന്നത്തെ ജനങ്ങൾ പറഞ്ഞതാണ്, രാഷ്ട്രീയം ചെയ്തില്ല. അല്ല, ഒരു വിഭാഗമായോ? ഞങ്ങളെ മാണി സാറാണല്ലോ അന്ന് ധനകാര്യമന്ത്രി. മുഖ്യമന്ത്രി ആരോ? ഉമ്മൻചാണ്ടി അല്ലേ? കുഞ്ഞാക്ക മനസ്സിലാക്ക്. പിന്നെ ചീഫ് സെക്രട്ടറി ആരാണ്? കോട്ടയത്ത് അച്ചായൻ. ഇത് 3 പേരും പറഞ്ഞറിയോ, ഞങ്ങൾക്ക് ബൈബിൾ കോളേജ് തുടങ്ങിയാണ് 10 ദിവസം അനുഭവിക്കുള്ളൂ. അങ്ങനെ തുറക്കാതെ പോയി. അതിനുശേഷം നിങ്ങൾ അസംബ്ലിയിൽ മെമ്പറെ കയറിയിട്ട് ഭരണത്തിൽ ഒപ്പിടാൻ പറ്റിയിട്ടില്ല. UDF 2 ടേം കഴിഞ്ഞ് 3-ാം ടേം വരുന്നത് തന്നെയാണ്. ഇത്രയും പറയാൻ കാരണം, ഇത്രയും നഗ്നമായ നിയമലംഘനം അല്ലെങ്കിൽ മര്യാദകേട് കാണിച്ചിട്ട് അതിനെതിരെ ഒരു വാക്ക് ഉച്ചരിക്കാനോ ശബ്ദിക്കാനോ UDF നേതാക്കളെ കുഞ്ഞാക്ക് പറ്റുന്നുണ്ടോ? ഈ തങ്ങൾക്ക് പറ്റുന്നുണ്ടോ? പാവം തങ്ങളിൽ പറയട്ടെ, കോൺഗ്രസ്സുകാരെ നിങ്ങൾ പറയുമ്പോഴില്ല, ഞങ്ങളുടെ ആൾക്കാർക്ക് വളരെയധികം, ഞങ്ങളുടെ ആൾക്കാരുണ്ട്, ഞങ്ങളുടെ സമുദായം, ആൾക്കാരിപ്പോൾ ലീഗാരാണ്, സമുദായത്തെ മുസ്ലിം, ഞങ്ങളുടെ സമുദായത്തിന് ഒരുപടി പ്രതിഷേധമുണ്ട്, അറിഞ്ഞോ അറിയാതെയും, ശക്തമായിട്ടോ ശക്തമല്ലാതെയോ. അതുകൊണ്ടൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി UDF നേതാക്കൾ അതിൻ്റെ സത്യാവസ്ഥ ചൂണ്ടിക്കാട്ടി ഒരു പത്രസമ്മേളനം നടത്തണം, ഒരു പ്രസ്താവന നടത്തണം എന്ന് പറയാൻ തങ്ങൾക്ക് കുഞ്ഞാക്കൊക്കെ ബഷീർ സാഹിബ് ധൈര്യമുണ്ടോ? മുല്ലപ്പള്ളിക്ക് ധൈര്യമുണ്ടോ? മുല്ലപ്പള്ളിക്ക് ആത്മാർത്ഥതയുണ്ടോ? സുധീരനുണ്ടോ? VM സുധാകരനുണ്ടോ? സതീശനുണ്ടോ? രമേശുണ്ടോ? നിങ്ങളെല്ലാം മുഖ്യമന്ത്രിയായിട്ടാണല്ലോ. മുല്ലപ്പള്ളി എഴുന്നേൽക്കാൻ പറ്റില്ല, 190 വയസ്സുണ്ട്, ഇപ്പോഴും മുഖ്യമന്ത്രിയാക്കുള്ളത് ആഗ്രഹമൊക്കെ ഉണ്ട്. അത് മനുഷ്യർ ഒരു കൊട്ടയിൽ ഉമ്മൂമാനെ അല്പ ഹാസ്യമായിട്ട് പോലെ ഉമ്മൂമാർ ചോദിച്ചുകൊണ്ട് 2 മക്കൾ. അപ്പോൾ ഒരു ഉപ്പൂപ്പ കൂടെ പോയി. അപ്പം ചോദിച്ച്, എന്താ മക്കളെ കൊട്ടയിൽ? അത് ഉപ്പൂപ്പായാണ്, അല്ല ഉമ്മൂമ്മയാണ്. അവിടെ ഉമ്മൂമ്മനെ കല്യാണം കഴിച്ചിരാമെന്ന് ചോദിച്ചു. അപ്പോൾ മക്കൾ ദേഷ്യപ്പെട്ട് കൊട്ട താഴെ വെച്ചപ്പോഴേ ഈ കൊട്ടയിൽ നിന്ന് ഉമ്മ പറഞ്ഞ ഭാഷയുണ്ട്. എന്ത് രസാതൊക്കെ, എത്ര വലിയ മനഃശാസ്ത്രമാണ്. വേണ്ട മോനെ, ഉപ്പൂപ്പയുടെ ആശയമില്ലെന്ന്. അപ്പോൾ ഉമ്മയുടെ ആശ എന്താണ്? അതുപോലെ 90 വയസ്സിൽ മുഖ്യമെന്താ ആഗ്രഹിക്കും, തെറ്റു പറയാൻ പറ്റില്ല. നിങ്ങൾക്കെങ്കിലും പറയാൻ പാടില്ല. മുല്ലപ്പള്ളി അവർ വന്നൊരു നിവേദന സമരം നടത്തുന്നുണ്ട്. 4 പ്രാവശ്യം 10,000 ആൾക്കാർ വന്ന് ഡൽഹി സെക്രട്ടേറിയറ്റ് മുമ്പിൽ പ്രകടനമൊക്കെ നടത്തി. തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ അവർക്കൊരു മറുപടിയിലും വേണം. പറഞ്ഞോ മുല്ലപ്പള്ളി? രമേശ് പറഞ്ഞോ? വയലാർ പോലായിക്കളെ, വയലാർ നീ മുഖ്യമന്ത്രി ആകുന്നില്ല, അത് നിൽക്കാൻ പറ്റില്ല.
ഇപ്പൊ സതീശൻ പറഞ്ഞോ, സുധാകരൻ പറഞ്ഞോ, സുധീരൻ പറഞ്ഞോ, ഇതൊക്കെയാണല്ലോ UDF നേതാക്കള്. ഇനി തങ്ങൾ പറഞ്ഞോ അവരുടെ അടുത്ത്? ഇല്ല. ഇത് ഇപ്പോഴും ഭരണത്തിൽ കയറി നിൽക്കാണ്. അതിന് മറുപടി പറയാതെ UDF അധികാരത്തിൽ കയറേണ്ട സമയമില്ലാന്ന് വ്യക്തമായിട്ട് 10 വർഷം മുൻപ് വേഗം ഇലക്ഷൻ മത്സരിച്ചപ്പോൾ ഞങ്ങൾ 10 സമ്മേളനത്തിൽ പറഞ്ഞ് കുഞ്ഞാക്കയുടെ മുഖത്ത് പോയി, ET മുഹമ്മദ് ബഷീറിന്റെ മുഖത്ത് പോയി, തങ്ങളുടെ മുഖത്ത് പോയിട്ട് 10 സമ്മേളനം വ്യക്തമായിട്ട് പറഞ്ഞു. കുറ്റമല്ല പറഞ്ഞത്, ഇതിന്റെ സത്യാവസ്ഥകൾ പറയണം. ജനങ്ങൾ വറീഡാണ്, വയലന്റ് ഇല്ല, വറീഡാണ്. ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്. ഇപ്പോഴും വേണ്ടുന്നുണ്ടോ? ആ വിഷയം വേണ്ടുന്നുണ്ടോ? ഈ കള്ളെന്നോ ഞാൻ ET മുഹമ്മദ് ബഷീർ പറയാണ്. ഇപ്പൊ ജുബ്ബ ഇട്ട് ഡൽഹിയിൽ 10 സമ്മേളനം, ഇവിടെ നിങ്ങളില്ലെന്നുള്ള വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നത്? നിങ്ങൾ എത്ര ആവേശം കാണിച്ച് അറബിക് സർവകലാശാല, പിന്നെ ഈ സംസ്കൃത സർവകലാശാല തുടങ്ങാൻ നിങ്ങൾ ആരെ പേടിച്ച്? സംഘപരിവാരം പേടിച്ചോ? കള്ളത്തരം കാണിക്കല്ലേ നിങ്ങൾ. 3 ദേശീയ ഇന്റർനാഷണൽ നേതാക്കള് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ UP മത്സരിക്കാൻ പോയില്ലടോ. നിങ്ങൾ 2 ദിവസം സ്ഥാനാർത്ഥി നിർത്തിയില്ലോ, എന്നിട്ട് വോട്ട് എത്ത് കിട്ടി? 140 വോട്ടിൽ കിട്ടിയേ. ഈ കൊച്ചു കേരളത്തിൽ വയനാട്ടിൽ വന്ന് 4 ലക്ഷം വോട്ട് ഭൂരിപക്ഷം കിട്ടി. പാർലമെന്റ് പോയ വയനാട് പിന്നെ രാഹുൽ ഗാന്ധി പ്രിയങ്ക പോലെ ആവേശമുണ്ട്. എന്നിട്ട് കിട്ടി 140 വോട്ടാ. അപ്പം നിങ്ങൾ കളഞ്ഞില്ല. കഴിഞ്ഞ 100 വർഷം നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ ഈ സമുദായത്തെ നിങ്ങൾ തന്നെ നശിപ്പിച്ചല്ലേ. നിങ്ങൾ കൂടെ ചില ശില്പം നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായിരുന്നല്ലേ? ഈ സമുദായത്തെ എന്ത് നേട്ടമുണ്ടായിടോ? ഈ വിദേശത്ത് നിന്ന് വരുന്ന പണമല്ലേ, അല്ലെ നിങ്ങളുടെ കഴിവല്ലോ, ലീഗിന്റെ പണം കൊണ്ട് കിട്ടിയാണോ? എന്താ ചെയ്തത്? അവർ പട്ടിണി കിടന്ന് അവിടെ അവർ പഠിക്കാത്ത ബുദ്ധിമുട്ടായിട്ട് പിള്ളേരെ പഠിപ്പിച്ച് ഇവിടെ ഒന്ന് പെട്ടിക്കടയൊക്കെ തുടങ്ങി, ഹോട്ടൽ തുടങ്ങി. ആ ഒരു വരുമാനമല്ലേ ഈ സമുദായത്തിനുള്ളത്? ആ വരുമാനത്തെ ഒരു ഭാഗമല്ലേ സർക്കാരിന്റെ ഖജാവിലുള്ളത്? അല്ല കേരളത്തിലാണോ? പാവപ്പെട്ട മുസ്ലിങ്ങളെ ചൂഷണം ചെയ്ത് ആ പച്ചക്കൊടി കാണിച്ച് മുസ്ലിം സമുദായം വഞ്ചിക്കല്ലേ. ഇനി അടുക്കില്ലത്. മുസ്ലിം സമുദായം നിങ്ങൾക്ക് നിങ്ങളുടെ ജനസംഖ്യാനുപാതികമായിട്ട് എത്ര അവകാശം ഉണ്ടോ അത് നിങ്ങൾ നേടിയെടുത്തൊരു കുഴപ്പമില്ല. ബാക്കിയുള്ളവർ പുറത്തിട്ടേക്കണം, അതാ സമുദായത്തിന് കൊടുക്കണം. ഇല്ല, സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ആരോട് മുഖത്ത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. മുഖത്ത് നോക്കി ഉത്തരം പറയാൻ പറ്റും. കറ തീർന്ന പച്ച മലയാളത്തിൽ UDF നേതാക്കൾ പറയാണ്, നിങ്ങൾ ഇതിന് ഒരു വ്യക്തമായ സമാധാനം കൊടുത്തില്ലെങ്കിൽ ഹരിതകേളും പിന്നെ സുഗതകേളൊക്കെ മാറും. ഇപ്പോൾ ഒരു തടസ്സമുണ്ടല്ലോ, വനം മുഴുവൻ കയ്യേറി നശിപ്പിച്ചു. മൃഗങ്ങൾക്കെല്ലാം മൃഗങ്ങൾക്കെല്ലാം മറ്റ് മൃഗങ്ങൾക്ക് താമസിക്കാണ്ട് 50 കിലോമീറ്റർ ചുറ്റോളമൊക്കെ ഒരു പുലിക്ക് എന്താണ് കാട്ടുപോക്കൊക്കെ. മറ്റ് സ്റ്റേറ്റ് അങ്ങനെയാണ്. കേരളത്തിൽ 5 കിലോമീറ്റർ പോലും ഇല്ല. അങ്ങനെ എല്ലാ വനം കയ്യേറി. അവിടെ മണിവാളി വെച്ച് റിസോർട്ടൊക്കെ തുടങ്ങി. അവസാനം മൃഗങ്ങൾ വെള്ളം കുടിക്കാനില്ല, ഭക്ഷണം കഴിക്കാനില്ല. അവർ നാട്ടിൽ കൊല്ലടാ, എല്ലാ മൃഗങ്ങളും കൊന്നുകളയാന്ന്. ജപ്പാനില് മഴ പെയ്യുന്ന ഇവിടുത്തെ മഴ പെയ്താൽ പറഞ്ഞ എൻ്റെ അൻവർജി ഒന്നും പറഞ്ഞില്ല. അൻവർജിയുടെ മണ്ടത്തിൽ കാണിച്ച ഒരു കാര്യം പറയാം. ഇവിടെ ആ പള്ളിക്കര നിങ്ങൾ കണ്ടല്ലോ, വീഗാലാൻഡായിട്ട് എത്ര കോടി രൂപ ചിറ്റലപ്പള്ളി സമ്പാദിച്ചിട്ടുണ്ട്, എത്ര കോടി രൂപ ടാക്സ് വെട്ടിച്ചിട്ടുണ്ട്, എത്ര 1000 കോടി രൂപ. അതിന് കണക്കൊന്നും പറയാൻ പറ്റി. ചിറ്റലപ്പള്ളി ഒന്നും പറഞ്ഞില്ലല്ലോ. എത്ര കോടി കണക്കും വെട്ടിച്ച് ആകെ 50 ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത് സർക്കാരിന് പഞ്ചാബിലേക്ക്. ഏത് ടാക്സ്? 20% ടാക്സാണ് ഇവിടെ. ആഡംബര നികുതിയല്ല, പിന്നെ വിനോദ നികുതി. 50 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപ? 20% വെച്ച് കൂട്ടിയാൽ എത്ര കോടിയുണ്ട്? ഈ 20 വർഷം കൊണ്ട് എത്ര 1000 കോടി അവിടെ കളക്ഷൻ വന്ന്. അതിനൊക്കെ ഏതാണ്ട് 20% കൂട്ടുമ്പോൾ എത്ര 1000 കോടി കൊടുക്കണം സർക്കാരിൽ? എത്ര കൊടുത്തു ചിറ്റലപ്പള്ളി? ഇതേക്കുറിച്ച് ആരും ചോദിക്കാല്ല. എല്ലാവർക്കും 5000 മുതൽ 5 കോടി വരെ സംഭാവന കൊടുക്കാൻ ഈ പറഞ്ഞ സ്ഥാപനങ്ങളെ ആള് നിർത്തിയേക്കാണ്. വരുന്ന കപ്പാസിറ്റി അനുസരിച്ച് 5000 മുതൽ 5 കോടി വരെ സംഭാവന ആൾ നിർത്തിയേക്കാം ഈ പറഞ്ഞ വലിയ സാഹബ്. അപ്പം അവർക്ക് മിണ്ടില്ല. ഇപ്പം യൂസഫ് അലി സാഹിബ് അല്ലെങ്കിൽ മറ്റു പറച്ച് വീഗാലൂരിലെ ഇവരൊന്നും മിണ്ടില്ല. എല്ലാവരും പണം കൊടുത്ത് നിർത്തിയേക്കാണ്. അവിടെ ചില മഹാന്മാരാണ് ഞങ്ങൾ ചെക്ക് കൊടുക്കുള്ളൂ. ഇവിടെ നിങ്ങളെപ്പോലെ നിങ്ങളും തെണ്ടി തിരിഞ്ഞ് നടത്താണ് ഇപ്പോൾ പണക്കാരായത്. അത് നിങ്ങളെപ്പോലെ കഷ്ടപ്പെട്ട് കൊച്ചു പാർട്ടികൾ വരുമ്പോൾ അവരെ നിങ്ങൾ സഹായിക്കണം. ഇത് അവരെ സഹായിക്കാൻ നിങ്ങൾ ചെക്ക് കൊണ്ടാ അതിന് ചില ഫോർമാലിറ്റി ഉണ്ട്. അങ്ങനെ ചെക്ക് കൊണ്ടാകുമ്പോൾ നിങ്ങളിലേക്ക് ആശ്രയിച്ചു വരണോ? അപ്പം പറയുന്നത് പോയെന്നറിയോ, നിങ്ങൾ ചെക്ക് ഉണ്ടാകും. ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു മുസ്തോട് ചായ എടുക്കാറുണ്ട്. പാവന് പുള്ളി പറയും കാശില്ലെങ്കിൽ ഇല്ലാത്തപോലെ കുടിക്കണമെന്ന്.
എന്താ കുടിക്കരുത്. അതുപോലെ നിങ്ങൾ തരം ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ വമ്പന്മാരിട്ട് അവർക്ക് ഞങ്ങൾ കോടികൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ആക്ഷേപവും അത് വേണ്ട. എന്തോട്ടെ വീഗാലാൻഡ്. അതേ സ്ഥാനത്ത് നിങ്ങൾ തുടങ്ങിയില്ല ഒരു കളം എവിടെയാണ്, അത് നയമില്ലാതെ വഴക്കുണ്ടാക്കി ലോകം മുഴുവൻ അറിഞ്ഞ് എല്ലാം തകർത്ത് കളഞ്ഞില്ലേ. അപ്പം നിങ്ങൾക്കെതിരെ വരുമെന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവനൊക്കെ സോപ്പിട്ട് നിലയിൽ പറഞ്ഞ് കൊടുത്ത് നിർത്തണം. ഇത് അവനെ ചാടി കയറ്റി ധിക്കാരം കാണിച്ചു. അതാണ് ഈ മുസ്ലിം സമുദായത്തിലെ പലവർക്കുള്ള കുഴപ്പം. അവർ ധിക്കാരം കാണിക്കും. ആൾ പാവങ്ങളാണ്, പക്ഷെ നയമില്ല. മറ്റു അച്ഛന്മാരല്ല വെറ്റിലപ്പള്ളിക്ക് സോപ്പിട്ട് തെണ്ടി തമ്മിൽ സോപ്പിട്ട് കാശും കൊടുത്ത് നല്ലതൊക്കെ പറഞ്ഞ് മുന്നോട്ട് അവർ കോടികൾ ഉണ്ടാക്കുന്നു. അത് നയമാണത്, കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ വേണം അൻവർ, അതൊന്നും പറയില്ല. അപ്പോൾ അൻവറിൻ്റെ ഭാഷ അറിയോ, അവിടെ എല്ലാം വെടിവെച്ച് കൊല്ലണം. അത് ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റില്ല. ഇപ്പം സുധാകർജി എന്ത് ജാഥ അയച്ചാലും അല്ലെങ്കിൽ സതീശ് എന്ത് ജാഥ അയച്ചാലും അർഹതപ്പെട്ട ഭൂമി വന്യമൃഗങ്ങൾക്കുള്ള ഭൂമി മാറ്റിയിടണം. അത് തന്നെയാണ് സത്യം, അതാണ് ശരിയും, അതാണ് നീതിയും, അതാണ് വോയിസ് ഓഫ് ജസ്റ്റിസും. ഞങ്ങൾ വോയിസ് ഓഫ് ജസ്റ്റിസ് വേണ്ടി നിൽക്കുന്ന, നീതിക്ക് വേണ്ടി നിൽക്കുന്ന. സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഇത്ര വനമുണ്ട്, ആ വനഭൂമിയെല്ലാം മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ കാട്ടിൽ ഒഴിവാക്കിയിടണം. ഇത് വനയെല്ലാം കയ്യേറി അതെല്ലാം ഗ്രാമമല്ലാതെ നാടാക്കിയിട്ട് ഇപ്പം പറയണം പുലികളെ മൃഗങ്ങളെ കൊല്ലുന്നു. അങ്ങനെ വരുന്ന മൃഗങ്ങളുണ്ടെങ്കിൽ കൊല്ലണ്ടെന്നല്ല നമ്മൾ പറഞ്ഞത്. പക്ഷെ കൊല്ലാന്നുള്ളൊരു പ്രത്യേക ഒരു പോളിസി ആയിരിക്കരുത്, അത് നോക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഇവർക്ക് മനസ്സിലാക്കാത്ത കാര്യം എന്തുകൊണ്ടാണ് അറബിക് സർവകലാശാലയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു വിരൽ അനക്കാതിരുന്നത്. ഒരു വിരൽ അനക്കിയിൽ മാത്രമല്ല, മുസ്ലിം ലീഗും UDF വന്ന് അത് കംപ്ലീറ്റ് നഖശിഖാതം എതിർത്തു എന്നാണ് ഇപ്പോൾ എതിരാളികൾ പറഞ്ഞത്. ഇതിനെതിരെ ഒരു ധവളപത്രം അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ റിപ്പോർട്ട് നിങ്ങൾ പറയണം. ഈ സമുദായത്തിന് മുൻപിൽ പരസ്യമായിട്ട് നിങ്ങൾ പറയണം, ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റി, ആ വീഴ്ച പറ്റിയത് കൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പരസ്യമായിട്ട് പത്രപ്രസ്താവനം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പ്രശ്നമാണ്. നിങ്ങൾ ഒരു ഞാൻ നിർത്തണം. നിങ്ങൾ കാര്യം പറ്റി ഈ ഗുരുവായൂർ മാത്രമല്ല, കാസർഗോഡ് ഞാൻ CP ജോൺ സാറ് വിളിച്ചുകൊണ്ട്, ജോൺ സാറിൻ്റെ നേതാവ് കൂടിയാണ്. അതേപോലെ ഇപ്പോൾ ആത്മഹത്യകളാണ്. അതായത് കാസർഗോഡ് അല്ലെങ്കിൽ പാലക്കാട് മുതൽ കാസർഗോഡ് 65 സീറ്റുണ്ട്. അത് ഏതായാലും നല്ല ശതമാനം ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള സ്ഥലമാണ്. അവിടുന്ന് എന്തേ UDF അത് UDFന് വിരോധം കൊണ്ടല്ല, ഈ അനീതിക്കെതിരെ ഈ ഇതാണ് ആ ഒരു ആത്മഹത്യക്കെതിരെ ആണ് അവർ പ്രതികരിച്ചത്. ആ പ്രതികരണം ജനങ്ങളുടെ മുൻപിൽ നിന്ന് മുഴുവൻ മാറിപ്പോയിട്ടില്ല. ഞാൻ ദയവ് ചെയ്ത് പറയാണ്, ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, ഇതൊരു ഫിലോസഫിക്കൽ കൂട്ടായ്മയാണ്, ഇതൊരു ശാസ്ത്രീയ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ പറയുന്ന റിപ്പോർട്ട് ഇതാണ്: നിങ്ങൾ അറബിക് സർവകലാശാലയെ പറ്റി വീഴ്ച ഈ സമുദായത്തോടും മൊത്തത്തിൽ കേരളത്തിലും പറഞ്ഞ് അതൊന്ന് ക്ലാരിഫിക്കേഷൻ നടത്തിയില്ലെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കേണ്ടി വരും എന്ന് പറയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരാ നന്ദി. ജയ് ഹിന്ദ്.